ഹായ്, അപ്പോൾ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ വെക്കേഷന് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് ബദാം, അണ്ടിപ്പരിപ്പ്, ചോക്ലേറ്റ്സ്, മറ്റു പലതും നാട്ടുകാർക്ക് വാങ്ങിക്കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മൾ കൊളീഗ്സിന്, അതായത് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്, നമ്മുടെ ഓഫീസിലുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ഉള്ളവർക്കും നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ. ഞാൻ സ്ഥിരം കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു കടയൊക്കെയാണ് പോകും. എന്നിട്ട് അവിടുന്ന് ഒരുപാട് നാടൻ ഐറ്റംസ്, അതായത് സ്കൂളിൻ്റെ അടുത്തൊക്കെ ഉള്ള നമ്മൾ പഴയ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നെന്ന് പറയണം, കാരണം പലർക്കും വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നെ പോലെ. ആഗ്രഹിച്ചിരുന്ന പല ഐറ്റംസും അതാണ് ഇവിടെ ഡിമാൻഡ് ഉള്ളത് ഗൾഫിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ എപ്പോൾ വരുമ്പോഴും അതുപോലെയുള്ള ഐറ്റംസാണ് കൊണ്ടുവരാറ്. നമുക്ക് എന്തൊക്കെ ഐറ്റംസാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും കൊണ്ടുവരുന്നതാണ് ബനാന ചിപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബനാന ചിപ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ നീന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട്, അതായത് ഒരു പ്ലേറ്റിൽ, വലിയൊരു പ്ലേറ്റിലാക്കിയില്ല കൊടുക്കുക. ഈ നീന്ത്രപ്പഴം നമ്മൾ കിണർ കുത്തിയിട്ട് വെള്ളം കാണുമ്പോഴൊക്കെ കൊടുക്കൂല, അല്ലെങ്കിൽ തറപ്പണിയൊക്കെ തുടങ്ങുമ്പോൾ കൊടുക്കൂല, അതേപോലെ കട്ട് ചെയ്തിട്ടിടും. പിന്നെ അതിൻ്റെ കൂടെ കറുത്ത ഹൽവ ഉണ്ട്. ഈ കറുത്ത ഹൽവ നല്ല ചതുര കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. എൻ്റെ കീഴിൽ 10-60 ആൾക്കാർ പല ഔട്ട്ലെറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും എത്തണം സാധനം. പിന്നെ അതുപോലെ തന്നെ ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പറയില്ല, ഇത് തോന്നുന്നു കടിച്ചാപ്പറിച്ച് തോന്നുന്നു. ഇതൊരു 4-5 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, ഇത് ഒരു ചേസ് ചെറിയ മിഠായിയാണ് സ്കൂളിൻ്റെ മുമ്പിലാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഇംബ്ലി എന്ന് പറയുന്ന ഈ സാധനം, ഇതിനൊക്കെ നല്ല ഡിമാൻഡ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എള്ള് മിഠായി, കടല മിഠായി, കറുത്ത എള്ള് മിഠായി, പിന്നെ നമ്മുടെ ഉള്ളിൽ നിലക്കടലുള്ള ഈ സാധനം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കടിച്ചാപ്പറിച്ചി എന്ന് പറയുന്ന ഫേവറേറ്റ് സാധനം, ഇതന്നെ തോന്നുന്നു കടിച്ചാപ്പറിച്ചി, പേരൊക്കെ മറന്നുപോയി. അതും ഒരു 4-5 പാക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് മധുരത്തോടെ കഴിച്ചിരുന്ന ഈ സാധനം തേൻമുട്ടായി എന്ന് പറയും, എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാം. ഇതും ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ തേങ്ങാ മുട്ടായി പല കളറിൽ, മഞ്ഞ, ചുവപ്പ്, നീല, പിന്നെ അതുപോലെ തന്നെ റൗണ്ട് തേങ്ങാ മുട്ടായി. ഇതിൻ്റെ അകത്ത് എള്ളുണ്ട്, ഇത് കുറേ ഞാൻ തിന്ന് തീർത്തു. പിന്നെ നമ്മൾക്ക് ഫേവറേറ്റ് മിച്ചർ മിഠായി, അതുണ്ട് 3-4 പാക്കറ്റ്. പിന്നെ നമ്മുടെ തെങ്കാശി പട്ടണത്തിൽ പറയുന്ന നാരങ്ങ മുട്ടായി, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചതാണ്. പിന്നെ ഫേവറേറ്റ് പുളിയഞ്ചി, ഞങ്ങളുടെ നാട്ടിൽ പുളിയഞ്ചി എന്ന് പറയാം, ഇഞ്ചിപ്പുളി എന്ന് പറയുന്നവരുണ്ട്. ഇതൊരു 3-4 പാക്കറ്റ് എടുത്തു, കാരണം ഇത് നല്ല ഡിമാൻഡുള്ള സാധനം, ആര് വന്നാലും എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. പിന്നെ ഇതിപ്പോൾ പുതിയതിറങ്ങിയതാണ്, നമ്മുടെ പഴയ കാലത്തൊന്നും ഉണ്ടായില്ല, ജെല്ലി മിഠായിയാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ്. സത്യം പറഞ്ഞാൽ ഞാൻ 1300 ഉറുപ്പ്യോളം കൊടുത്ത് വാങ്ങിയതാണ് വെങ്ങാടുള്ള സംസം ബേക്കറിയിൽ നിന്ന്. അവൻ നല്ല ഡിസ്കൗണ്ട് തന്നു. 1300 ഉറുപ്പ്യക്ക് ഞാൻ സാധനം വാങ്ങിയപ്പോൾ 17 ഉറുപ്പ്യ എനിക്ക് ഡിസ്കൗണ്ട് തന്നു. അതിന് പെരുത്ത് നന്ദിയുണ്ട്. പിന്നെ മാത്രമല്ല, അതൊക്കെ പെട്ടിയിലാക്കാൻ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്താണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഓളും കുറേ ഐറ്റംസ് ഇതിൽ നിന്ന് അടിച്ചു മാറ്റിക്കുന്നു. ഞാനിപ്പോൾ ഒന്ന് തുറന്നു നോക്കുമ്പോഴാണ് അത് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ നിങ്ങളും വെക്കേഷൻ പോയി വരുമ്പോൾ നിങ്ങളെ കൂടെ ഉള്ള പോലെ ഒരിക്കലും മറക്കാൻ നിൽക്കരുത്. ഇപ്പോൾ നിലവിൽ നാട്ടിലുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇതൊക്കെ കൊണ്ടുവരാം.